ഹായ് ഹലോ നമസ്കാരം ഗൈസ്. സോ പ്രൊമോ എപ്പിസോഡിനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ലാലേട്ടൻ വന്നിട്ട് ആ പ്രൊമോ ഈസ് നോട്ട് അറ്റ് ഓൾ ദി പ്രോമിസ്. കാരണം എപ്പോഴും അറിയാവുന്ന കാര്യമാണ്, പ്രൊമോയിൽ കാണിക്കുന്ന സംഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ ആ പ്രോഗ്രാം കാണിക്കാൻ വേണ്ടി പ്രേക്ഷകരെ അതിനകത്തേക്ക് എത്തിക്കുക എന്നല്ലാതെ പ്രൊമോ എവിടെ കിടക്കുന്നു, റിയാലിറ്റി എവിടെ കിടക്കുന്നു, അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം പ്രൊമോയിൽ ഇന്നത്തെ ചർച്ചാ വിഷയം സീക്രട്ട് ഏജൻറ്റും പണപ്പെട്ടിയുമാണ്. അപ്പോൾ ഇതിൽ പണപ്പെട്ടി സായി എടുക്കുമോ എന്നുള്ള ചോദ്യത്തിന് ജാസ്മിൻ പറഞ്ഞത് അതൊരു ഷോ ഓഫ് ആയിട്ടാണ് തോന്നിയതെന്ന് പറയുന്നു. അഭിഷേക് പറയുന്നു ആരും എടുത്തില്ലെങ്കിൽ നീ എടുത്തോ എന്നുള്ള വൈബിൽ നിന്നു എന്ന് പറയുന്നു. അതിൽ ഋഷിയുടെ റിപ്ലൈ ആണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയത്. എനിക്ക് തോന്നുന്നു ഋഷിക്ക് അറിയായിരുന്നു എന്ന് തോന്നുന്നു ഇത് നേരത്തെ എടുക്കുന്നുള്ള കാര്യം. അത് മാത്രമല്ല നമ്മൾ ഔട്ട്സൈഡറാണ്. ഇവിടെ എയർപോർട്ടിൽ വന്നപ്പോഴും പറയണ്ടായിരുന്നു സായി 50 രൂപയാണെങ്കിൽ പോലും ഞാൻ എടുക്കുമായിരുന്നു എന്നുള്ളത്. പക്ഷെ അതിനകത്തൊരു ഫോൾട്ട് പറ്റി. പിന്നെ ഈ പറഞ്ഞ കാരണം ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റ് പുറത്ത് വന്നപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും അകത്ത് നിന്നതായിട്ടൊന്നും ഒരു ബന്ധമില്ല, ഒരു അക്സെപ്റ്റൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇത്രയും വലിയ ഷോ ഭയങ്കര ഈസി ആണെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. എന്ത് ഇത് വെച്ചിട്ടാണ് പറയണതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ജിൻഡോ പറയണ്ടായിരുന്നു അവന് 5 ലക്ഷം എടുക്കേണ്ട ആവശ്യമില്ല. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പൈസ ഇപ്പോൾ എത്ര കിട്ടിയാൽ നല്ലത് തന്നെയാണ്. പൈസയ്ക്ക് പൈസയുടെ ആവശ്യം തന്നെ ഉണ്ട്. അപ്പം അവൻ ഷേക്ക് ഹാൻഡ് വന്നപ്പോൾ ഷേക്ക് ഹാൻഡ് പോലും കൊടുത്തില്ല ആദ്യം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷി പറഞ്ഞ മറുപടി സായിയുടെ കൈയും കാലും പിടിച്ച് പണപ്പെട്ടി എടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്നാണ്. ദാറ്റ് മീൻസ് അവിടെ എല്ലാവർക്കും പൈസയ്ക്ക് ആവശ്യമുണ്ട്, എല്ലാവരും പൈസയ്ക്ക് തന്നെയാണ് എൻഡ് ഓഫ് ദി ഡേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അറിയുന്നതുകൊണ്ട് സായിയുടെ പുറകെ നടന്ന് അല്ലെങ്കിൽ സായിയോട് ചോദിച്ചിട്ട് ആ പെട്ടി ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കാനുള്ള ഒരു സെൽഫ് റെസ്പെക്ട്, ഐ റെസ്പെക്ട് ഹിസ് ഡിസിഷൻ, അങ്ങനെ ചോദിക്കാനുള്ളൊരു ഒരു പക്ഷേ അത്രയും ക്ലോസ് ആണെങ്കിൽ ഇപ്പോൾ അൻസിബ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ചോദിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ അത്രയും ക്ലോസ് ആയവരുടെ അടുത്ത് ഒരു ഈഗോയും ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് സൈഡ് എടുത്ത് അങ്ങനെ കാല് പിടിച്ച് ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു, പിന്നെ ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ആ രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ മറുപടിയാണ് അവരെ ഞെട്ടിച്ചത്. 10 ലക്ഷം 20 ലക്ഷം വരെ പണപ്പെട്ടിട്ട് ടാസ്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനിങ് അവർക്ക് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ 5 ലക്ഷം എടുത്തോടു കൂടി അത് ബ്ലോക്ക് ആക്കി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സെൽഫിഷ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു എന്നുള്ളത് ഋഷിയും പറയുന്നുണ്ട്. അപ്പം എനിക്കറിയത്തില്ലേ 10 ലക്ഷം 20 ലക്ഷം വരെ പോകാനായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു എന്നൊരു ഗുമ്മിന് വേണ്ടി പറഞ്ഞാണോ റിയാലിറ്റിയാണോ എന്താണുണ്ടല്ലോ, അതായിട്ട് പിന്നെ അങ്ങനെ തള്ളേണ്ട ആവശ്യമില്ല. അപ്പം ആ ഒരു സംഭവത്തിന് ബേസ് ചെയ്തിട്ടാണ് ഇന്ന് പ്രൊമോ വന്നിരിക്കുന്നത്. പ്രൊമോയിൽ വന്നിട്ട് ഇത് സായിക്ക് അറിയായിരുന്നു, സായി എടുക്കുന്ന അറിയായിരുന്നു എന്ന് പറയുമ്പോൾ ജിൻഡോ നോക്കുന്ന നേരെ ഒരു കൈ പൊന്തുന്നുണ്ട്. അത് ഋഷിയുടെ കൈയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇപ്പോൾ പ്രൊമോയിൽ നടന്നിരിക്കുന്നത്. ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരി സായിയും പണപ്പെട്ടിയുമാണ്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം. ബൈ ബൈ.